നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചവരെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ. ജി സുധാകരനെ BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനൊപ്പം വീട്ടിൽ പോയി കണ്ടു. സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സുധാകരനെന്നും അദ്ദേഹത്തിന് കോൺഗ്രസിനെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബി ഗോപാലകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി പിൻവലിച്ചു. ഉത്തരവ് റദ്ദാക്കിയത് മന്ത്രി സജി ചെറിയാൻ നൽകിയ ഉറപ്പിന്മേലെന്ന് വൈസ് ചാൻസലർ. കലാമണ്ഡലത്തിലെ 120ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ. ഷൊർണൂർ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവം ഇന്ന് സമാപിക്കും. സമാപന സദസ്സ് വൈകിട്ട് 6-ന്. നാടകോത്സവത്തിന്റെ 9ാം ദിനത്തിൽ അരങ്ങിലെത്തിയത് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം. നാടകോത്സവത്തിന് തിരശ്ശീല വീഴുക കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകത്തോടെ. വാർത്തകൾ വിശദമായി. CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചവരാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ. അവരെ താൻ വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഷാൾ അണിയിച്ചിരുന്നുവെന്ന് ബി ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു. വിശിഷ്ട വ്യക്തികളെ കാണണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ സഖാവായി കണക്കാക്കുന്ന ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടതെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇക്കാര്യം പുറത്തു പറയേണ്ട എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ പറയാതെ നിർവാഹമില്ല. സംഭവം നടന്നിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല. ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ട് ഷാൾ അണിയിക്കുകയും ഏകാത്മ മാനവദർശനമെന്ന പുസ്തകം സമ്മാനിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയതായും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പത്നിയുമായി 1 മണിക്കൂറോളം സംസാരിച്ചു. മനസ്സുകൊണ്ട് BJPയുടെ അംഗത്വം സ്വീകരിച്ച ആളുകളാണ് ജി സുധാകരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമെന്നതിൽ സംശയമില്ലെന്നും ബി ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ആദരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഏകാത്മ മാനവ ദർശനം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന മൂലഗ്രന്ഥം, പ്രത്യയ ശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഞെട്ടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമായിരുന്നു. ഞങ്ങൾ ഗേറ്റിന് അവിടെ അല്പം വൈകിയാണ് എത്തിയത്. പറഞ്ഞ സമയത്തേക്കാൾ വൈകി. പക്ഷേ ഗേറ്റിൻ്റെ അവിടെ വന്ന് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ പോയി ഞങ്ങൾ ഇരുന്നു. അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിവിധ ഡെവലപ്മെന്റ്, പുരോഗമനപരമായ വികസനപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. നുഴഞ്ഞു കയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യദ്രോഹികൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് ധരിപ്പിച്ചു. മൗനം സമ്മതമാണ് എന്ന വാക്യം ശരിയാണെങ്കിൽ അദ്ദേഹം അത് അംഗീകരിക്കുകയായിരുന്നു മൗനത്തോടെ. ശാസ്ത്രപരമായ ഗ്രന്ഥം സമ്മാനിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നത്. ആ ലക്ഷ്യവും ഒപ്പം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുമാണ് പോയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയത്തെ മൗനം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാളഹസ്തത്തിലാണെന്ന വാദം സുധാകരൻ അംഗീകരിക്കുന്നുണ്ട്. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്നാണ് ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടതെന്നും ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിച്ചു. ശമ്പളം നൽകാൻ പണമില്ലെന്ന് കാണിച്ചാണ് കഴിഞ്ഞ ദിവസം 120 താൽക്കാലിക ജീവനക്കാരെ വൈസ് ചാൻസലർ പിരിച്ചുവിട്ടത്. മന്ത്രി സജി ചെറിയാൻ നൽകിയ ഉറപ്പിന്മേലാണ് നടപടി പിൻവലിച്ചതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അറിയിച്ചു. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉത്തരവിറക്കിയതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. പിരിച്ചുവിടൽ നേരിട്ട താൽക്കാലിക ജീവനക്കാർക്ക് ഇനി ജോലിയിൽ പ്രവേശിക്കാം. കലാമണ്ഡലം നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഉത്തരവ് പിൻവലിച്ചത് മന്ത്രി സജി ചെറിയാൻ നൽകിയ ഉറപ്പിന്മേലാണെന്നും VC പറഞ്ഞു. അടിയന്തരമായി സാമ്പത്തിക പ്രതിസന്ധിയിൽ പരിഹാരം കാണാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും ഡോക്ടർ ബി അനന്തകൃഷ്ണൻ വ്യക്തമാക്കി. അത് ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വിളിച്ചിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക്
ഒരു മാറ്റമുണ്ടാവും, അദ്ദേഹത്തിന്റെയും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാവും എന്ന രീതിയിൽ അതിന് അങ്ങനെ ഉറപ്പിന്മേലാണ് അത് നമ്മളിപ്പോ കലാമണ്ഡലം ആ ഒരു ഓർഡർ പിൻവലിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് മുതൽ ഇവർക്ക് ജോലി പ്രവേശിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി സ്ഥാപനം നേരിടുന്നുണ്ട്. ഇത് പിരിച്ചുവിട്ടിട്ടില്ല. ഒരു സാമ്പത്തികമായ ഒരു കാര്യങ്ങളിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. മാത്രമല്ല ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് നമ്മൾ കലാമണ്ഡലം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ 18ാമത് ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. നാടകോത്സവത്തിൽ ഇന്നലെ വൈകുന്നേരം അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം അരങ്ങിലെത്തി. ഇന്ന് വൈകുന്നേരം 6-നാണ് സമാപന സദസ്സ്. തുടർന്ന് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് അരങ്ങിലെത്തും. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 9ാം ദിനത്തിൽ അരങ്ങിൽ ഉദ്വേഗം നിറച്ച് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം 2 മണിക്കൂർ നേരം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ നാടകം അവസാന രംഗം കഴിഞ്ഞ് കർട്ടൻ താഴുന്നതുവരെ പ്രേക്ഷക ശ്രദ്ധ മാറ്റാതെ കഥ പറയുന്നു എന്നിടത്താണ് അനന്തരം അവതരണ മികവിന്റെ കയ്യൊപ്പ് ചാർത്തുന്നത്. സ്വന്തം ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്ന ഒരു പോലീസുകാരന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കയ്യബദ്ധം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളാണ് നാടകം പ്രമേയമാക്കുന്നത്. ഒരു പ്രസ് ക്ലബ് മീറ്റിംഗിൽ ആരംഭിച്ച് ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറഞ്ഞ് അതേ പ്രസ് ക്ലബ് മീറ്റിംഗിൽ പര്യവസാനിക്കുന്ന നാടകം അരങ്ങിൽ കഥ പറച്ചിലിന്റെ വേറിട്ടൊരു ട്രീറ്റ്മെന്റ് കൂടിയാണ് പരീക്ഷിക്കുന്നത്. അതിനോടൊപ്പം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന പ്രസക്തമായ ചോദ്യവും നാടകം മുന്നോട്ട് വെക്കുന്നു. ഈ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. അത് മനസ്സിലായി. എന്നിട്ട് പ്രസ് മീറ്റ് നടത്താമെന്ന് പറഞ്ഞ ആളെവിടെ? എനിക്കും അറിയില്ല. ലുക്ക്, കുടിക്കുന്ന വെള്ളത്തിലും ഒഴിക്കുന്ന മൂത്രത്തിലും വരെ എക്സ്ക്ലൂസീവ് തേടുന്നവരാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ. അത്തരത്തിൽ എന്തോ ഒരു എക്സ്ക്ലൂസീവ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇല്ല, കാര്യം പോലും അറിയാതെ ഗോപേട്ടന് അങ്ങനെ തോന്നാൻ എന്താ? പറയാം, വിശദമായി പറയാം. അനന്തരം എന്ന നാടകത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ അകം കാഴ്ചകളിലേക്ക് കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്ന ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യത്തിന്റെ പരിച്ഛേദം തന്നെയാണ് അനന്തരം. മുഹാദ് വെമ്പായത്തിന്റെ മികച്ച രചനയെ സുരേഷ് ദിവാകരൻ തന്റെ കൈയടക്കമുള്ള സംവിധാന മികവ് കൊണ്ട് മികച്ചൊരു അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഒപ്പം അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങളും കൂടി ചേരുമ്പോൾ അനന്തരം എന്ന നാടകം പ്രമേയം കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും ഒരു മെയിൻ സ്ട്രീം സിനിമയോട് ചേർന്ന് നിൽക്കുന്നു. ഈ പത്രസമ്മേളനം തുടങ്ങി അവസാനിക്കുന്നവരെ ആരും ഇവിടേക്ക് വരികയുമില്ല, ആരും ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോവുകയുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? 12 മണിക്ക് എനിക്ക് പറയാനുള്ളത് കേട്ട് തീരും വരെ, അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്ത് തീരും വരെ ഒരുത്തരും ഇവിടെ നിന്നും എങ്ങോട്ടും പോവില്ല. നാടകോത്സവത്തിന്റെ സമാപന ദിവസമായ തിങ്കളാഴ്ച കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളം പഴഞ്ഞിയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പഴഞ്ഞി അയനൂർ സ്വദേശി 42 വയസ്സുള്ള പ്രവീണാണ് അറസ്റ്റിലായത്. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 21 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. വീടിനുള്ളിൽ നിരവധി സഞ്ചികളിൽ 42 കുപ്പികളിലായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതി അപ്പു എന്ന് വിളിക്കുന്ന 42 വയസ്സുള്ള പ്രവീണിനെ കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, NR രാജു, MA സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർ ആനന്ദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അകലൂർ ക്ഷേത്രം റോഡിലെ കനാൽ പാലത്തിന് കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രധാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന കനാൽ പാലത്തിന്റെ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടി ഉടൻ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 14 മൈൽ അകലൂർ ക്ഷേത്രം റോഡിലെ പ്രധാന കനാൽ പാലത്തിനാണ് ഒരു വശം കൈവരിയില്ലാത്തത്. റോഡിനോട് ചേർന്നു പോയാൽ വാഹനങ്ങൾ കനാലിനകത്ത് വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. അനുദിനം നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. കനാലിനൊരു വശം കാട് മൂടിയ നിലയിലുമാണ്. മുൻപ് കൈവരി സ്ഥാപിച്ചിരുന്നെങ്കിലും ഇവ തകർന്നു പോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരുടെ ഭീതി അകറ്റാൻ ഉടൻ പാലത്തിന്റെ കൈവരി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ബംഗ്ലാദേശിലെ മനുഷ്യത്വരഹിതമായ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഡിസംബർ 4-ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജി മധുസൂദനൻ. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ മൌനം വെടിയണമെന്നും ജി മധുസൂദനൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും വലിയ ക്രൂരതയ്ക്ക് ഇരയാവുകയാണ്. സ്ത്രീകളും കുട്ടികളും കൊടിയ പീഡനത്തിന് വിധേയരാകുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ തകർത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. ആചാരകേന്ദ്രങ്ങളെയും ആചാര്യന്മാരെയും ഉന്മൂലനം ചെയ്യാനുള്ള ക്രൂരതയാണ് നടക്കുന്നത്. പുരുഷന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ലോകം മുഴുവൻ ബംഗ്ലാദേശിലെ ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടും കേരളത്തിലെ മനുഷ്യാവകാശ സംഘടനകളും പ്രവർത്തകരും മൗനം പാലിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും മധുസൂദനൻ പറഞ്ഞു. ഹിന്ദു, ക്രിസ്ത്യൻ, ബൗദ്ധ, ജൈന ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് എതിരായിക്കൊണ്ടും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകപ്പെടുന്ന ആ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും കേരളത്തിലെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുകയാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും കിരാതമായ നരവേട്ടയ്ക്ക് ഇരയാകുന്നു. പുരുഷന്മാർ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും അഗ്നിക്ക് ഇരയാക്കുന്നുണ്ട്. ആരാധനാലയങ്ങളും ആചാര്യന്മാരെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ വളരെ ഭീകരമായ അവസ്ഥയിൽ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ മനുഷ്യ സ്നേഹത്തിന്റെ വിശ്വാസപരമായ വിചാര വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്ന് പറയുന്നത്, ഹരേ കൃഷ്ണ പ്രസ്ഥാനം. RSS വിഭാഗ് സമ്പർക്ക് പ്രമുഖ് പി ബേബി, VHP വിഭാഗ് കാര്യദർശി രവീന്ദ്രൻ, ശ്രീരാമനുണ്ണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കാഞ്ഞിരമ്പാറ കിഴക്കേക്കര റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ദുർഗന്ധം മൂലം വലഞ്ഞ യാത്രക്കാർ. മലമ്പ്രദേശത്തുകൂടി കടന്നുപോകുന്ന ഗ്രാമീണ റോഡിലാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത്. 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. പ്രദേശത്ത് മാലിന്യം വ്യാപകമായി തള്ളുന്നതോടെ തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോഴി മാലിന്യവും കുട്ടികളുടെ പാമ്പേഴ്സും അടക്കം വ്യാപകമായ തോതിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മേഖലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടയം പാലായിൽ നടന്ന ഓൾ കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ ഷൊർണൂർ THSന് 2ാം സ്ഥാനം. റണ്ണേഴ്സ് അപ്പ് കിരീടവുമായി എത്തിയ ടീം അംഗങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അധ്യാപകരും രക്ഷിതാക്കളും സ്വീകരണം നൽകി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ടീം അംഗങ്ങളെ അധ്യാപകരും രക്ഷിതാക്കളും മാലയിട്ടും മധുരം നൽകിയുമാണ് സ്വീകരിച്ചത്. PTA വൈസ് പ്രസിഡന്റ് M രാംദാസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജേഷ്, തോംസൺ, രാജി, THS സൂപ്രണ്ട് പ്രസാദ് തോമസ്, എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി, വർക്ക്ഷോപ്പ് ഫോർമാൻ രഘുറാം ബൽറാം എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. രാവിലെ 9:30 കോട്ടയം നിലമ്പൂർ പാസഞ്ചർ ട്രെയിനിലാണ് പാലായിൽ നിന്ന് ടീം മടങ്ങിയെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃത്താല നിയോജക മണ്ഡലത്തിലെ നാഗലശ്ശേരി സർക്കാർ ITIയുടെ ഉദ്ഘാടനം ഡിസംബർ 7-ന് നടക്കും. ആദ്യ ബാച്ചിൽ 2 കോഴ്സുകളിലായി 48 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുന്നത്. ITI നാടിന് സമർപ്പിക്കുന്നതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. നാഗലശ്ശേരി സർക്കാർ ITI പ്രവർത്തനം ആരംഭിക്കുന്നതോടെ
40 വർഷത്തിലേറെ നീണ്ടുനിന്ന ആവശ്യമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിംഗ് തുടങ്ങി 4 കോഴ്സുകളാണ് നാഗലശ്ശേരി ITIക്ക് വേണ്ടി സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതിൽ ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജി കോഴ്സുമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഓരോ കോഴ്സിലും 24 കുട്ടികൾ വീതം 48 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നത്. ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതായും ഡിസംബർ 9 ക്ലാസുകൾ ആരംഭിക്കുമെന്നും നിയോജകമണ്ഡലം MLA കൂടിയായ മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇറിഗേഷന്റെ കൈവശമുള്ള സ്ഥലം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വെള്ളിയാങ്കല്ലിലെ ഇറിഗേഷന്റെ സ്ഥലമാണ് അതിന് കണ്ടിട്ടുള്ളത്. അവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി 9-ാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കും. ഡിസംബർ 9-ാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കും. അപേക്ഷാ ഫോറം വിതരണം നേരത്തെ ആരംഭിച്ചു. 7-ാം തീയതി പുതിയ ITIയുടെ ഔദ്യോഗികമായിട്ടുള്ള താൽക്കാലിക ക്ലാസുകളുടെ ഉദ്ഘാടനം നടക്കുക. അപ്പോൾ തൃത്താലയെ സംബന്ധിച്ച് ഒരു ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാണ് ഡിസംബർ 7 എന്നത്. അന്ന് ഇതിന് ഉദ്ഘാടനം നടക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദോഷപരിഹാര ക്രിയകൾ നടത്തി. അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടെത്തിയ ദോഷങ്ങൾക്കുള്ള പരിഹാരക്രമങ്ങളാണ് ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടെത്തിയ ദോഷങ്ങൾക്ക് പരിഹാരകർമ്മങ്ങൾ നടത്തണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെയും പ്രമോദ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ദോഷപരിഹാര കർമ്മങ്ങൾ നടത്തിയത്. അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ത്രികാല പൂജ എന്നിവയും വൈകുന്നേരം ദീപാരാധന, ഭഗവതി സേവ, നാണയ സമർപ്പണം, വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തം എന്നിവയും നടന്നു. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അയ്യപ്പന് ചുറ്റുവിളക്ക്, കെട്ടുനിറ എന്നിവയും നടത്തുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി നഗരസഭയിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരങ്ങൾ സമാപിച്ചു. 5 സ്റ്റാർ പട്ടാമ്പി ജേതാക്കൾ. പുതുമുഖ ടീമിനെ വാർത്തെടുത്തുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച ലക്കി സ്റ്റാർ പട്ടാമ്പിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് 5 സ്റ്റാർ പട്ടാമ്പി ജേതാക്കളായത്. കഴിഞ്ഞ തവണ പാലക്കാട് ജില്ലയിൽ നിന്നും ജില്ലാ ചാമ്പ്യന്മാരായും സ്റ്റേറ്റ് തലത്തിൽ സെമി ഫൈനൽ വരെ എത്താനും 5 സ്റ്റാർ പട്ടാമ്പിക്കായി. നഗരസഭാ പരിസര പ്രദേശങ്ങളിലെ 38ഓളം ടീമുകൾ മാറ്റുരച്ച ആവേശ മത്സരങ്ങൾക്കാണ് മേലെ പട്ടാമ്പി മുനിസിപ്പൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം സാക്ഷിയായത്. ടൂർണമെന്റിലെ മികച്ച പ്ലെയർക്കുള്ള പുരസ്കാരം 5 സ്റ്റാർ ടീമിലെ ഷമീം കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച ഫോർവേഡറായി ലക്കി സ്റ്റാറിലെ ഗിരീഷിനെയും മികച്ച ഗോൾ കീപ്പറായി റഹീസിനെയും ടൂർണമെന്റിലെ എമേർജിംഗ് പ്ലെയറായി ഷാലു ലിബർട്ടിയെയും ടൂർണമെന്റിലെ മികച്ച ഡിഫൻഡറായി ഷഫീഖിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചവരെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. G സുധാകരനെ BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനൊപ്പം വീട്ടിൽ പോയി കണ്ടു. സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സുധാകരനെന്നും അദ്ദേഹത്തിന് കോൺഗ്രസിനെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ലെന്നും B ഗോപാലകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി പിൻവലിച്ചു. ഉത്തരവ് റദ്ദാക്കിയത് മന്ത്രി സജി ചെറിയാൻ നൽകിയ ഉറപ്പിന്മേലെന്ന് വൈസ് ചാൻസലർ. കലാമണ്ഡലത്തിലെ 120ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ. ഷൊർണൂർ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവം ഇന്ന് സമാപിക്കും. സമാപന സദസ്സ് വൈകിട്ട് 6-ന്. നാടകോത്സവത്തിന്റെ 9ാം ദിനത്തിൽ അരങ്ങിലെത്തിയത് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം. നാടകോത്സവത്തിന് തിരശ്ശീല വീഴുക കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകത്തോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.